ഹലോ വെൽക്കം ഓഫ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഫോർത്ത് സെമ്മിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എൻവിയോൺമെൻറ്റൽ എന്ന സബ്ജക്റ്റിൻ്റെ പാർട്ട് 1 ആയിട്ട്, അതായത് യൂണിറ്റ് 1 അല്ലേ, ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഒരു ക്യാപ്സ്യൂൾ നോട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ദിവസം നിങ്ങൾ ഇരുന്നാൽ തന്നെ ഈ ഒരു സബ്ജക്റ്റിൽ ജസ്റ്റ് പാസിനേക്കാളും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് കോൺടാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ആ ഒരു ജസ്റ്റ് പാസ് ബാച്ച് എന്നിലേക്ക് അഡ്മിഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഇനി യൂണിറ്റ് 1 മെയിനായിട്ടും നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, അതായത് പരിസ്ഥിതി പഠനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആൻഡ് അതിൽ വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് യൂണിറ്റ് 1 നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഡിഫൈൻ എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസ്, അതായത് എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസിനെ ഡിഫൈൻ ചെയ്യുക എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതേണ്ട ഡെഫിനേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. എന്ത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്? ഹ്യൂമൻ സൊസൈറ്റിയും അതേപോലെ തന്നെ നേച്ചുറൽ വേൾഡും നമ്മുടെ പ്രകൃതിയും തമ്മിലുള്ള, അതായത് മനുഷ്യ സമൂഹവും അതേപോലെ തന്നെ പ്രകൃതിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് അല്ലേ. ഒരു സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബന്ധത്തെ വിശകലനം ചെയ്യുന്ന ഒരു സമഗ്ര മേഖലയായിട്ടാണ്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ബയോളജി, സോഷ്യോളജി, ഇക്കണോമിക്സ് അല്ലേ, ജീവശാസ്ത്രവും സോഷ്യോളജിയും സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ മേഖലകളെല്ലാം എന്ത് ചെയ്തുകൊണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, സംയോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സങ്കീർണമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള മേഖലയാണ് ഈ ഒരു എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ എൻവിയോൺമെൻറ്റിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? കമ്പോണൻസ് ഓഫ് ദി എൻവിയോൺമെൻറ്റ് എന്ന് 2 മാർക്സിന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളത് 4 ഓവർലാപ്പിംഗ് സ്ഫിയേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എൻവിയോൺമെൻറ്റിലെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 4 ഓവർലാപ്പിംഗ് ആയിട്ടുള്ള സ്ഫിയേഴ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഏതാണ്? എയർ ആണ് അല്ലേ, അറ്റ്മോസ്ഫിയർ ആണ്. സെക്കൻഡ് വൺ വരുന്നത് ഹൈഡ്രോസ്ഫിയർ ആണ്. ഹൈഡ്രോ എന്ന വാക്ക് എന്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? വെള്ളം അല്ലേ, വാട്ടറിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഹൈഡ്രോ എന്നുള്ള വാക്ക് വരുന്നത്. അപ്പോൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുമ്പോൾ അതിലെന്ത് ഇൻക്ലൂഡഡ് ആണെന്ന് ഓർക്കുക? വാട്ടർ ഇൻക്ലൂഡഡ് ആണെന്നുള്ളത് ഓർക്കുക. ഇനി ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോഴോ നമ്മുടെ മണ്ണും അതേപോലെ തന്നെ റോക്ക് അല്ലേ, സോയിലും റോക്കും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോ എന്ന് വെച്ചാൽ തന്നെ എന്താണ്? ലിവിങ് എന്നുള്ളൊരു റിലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബയോസ്ഫിയറിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ലിവിങ് ഓർഗാനിസംസ് ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ 4 ഓവർലാപ്പിംഗ് സ്ഫിയേഴ്സ് ആയിട്ടാണ് എൻവിയോൺമെൻറ്റിനെ എന്ത് ചെയ്തിട്ടുള്ളത്, കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ കമ്പോണൻസ് ഓഫ് എൻവിയോൺമെൻറ്റ് എന്ന് 2 മാർക്സിനോ അല്ലാന്നുണ്ടെങ്കിൽ കമ്പോണൻസ് ഓഫ് എൻവിയോൺമെൻറ്റ് 5 മാർക്സിനോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 5 മാർക്സിൻ്റെ ചോദിച്ചാൽ എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ PDF ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ബയോഡൈവേഴ്സിറ്റി. എന്താണ് ബയോഡൈവേഴ്സിറ്റി? ഇതും ഒരു 2 മാർക്സിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബയോഡൈവേഴ്സിറ്റി, ബയോ എന്ന് വെച്ചാൽ തന്നെ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, കുറേ അധികം ജീവനുള്ളത് അല്ലെങ്കിൽ ലിവിങ് എന്നുള്ള രീതിക്കാണ് നമ്മൾ ബയോ എന്നുള്ളതിനെ കണക്കാക്കുന്നത് അല്ലേ. അപ്പോൾ ബയോ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ തരത്തിലുള്ളത് അല്ലേ, അത്രയും അധികം വൈവിധ്യമാർന്നത് എന്നുള്ള രീതിക്കാണ് ഡൈവേഴ്സിറ്റി എന്നുള്ള വാക്കുകൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ആ ഒരു ഡെഫിനേഷൻ ചോദിക്കുന്ന സമയത്ത് ഈ 2 വാക്കിൻ്റെയും അർത്ഥം നോക്കിയാൽ മതി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പം അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള, അത്രയും അധികം റിച്ച്നെസ് ഉള്ള, ഭൂമിയിൽ അല്ലെ പ്രകൃതിയിൽ എന്തെല്ലാം ക്രിയേച്ചേഴ്സ് ഉണ്ട്, എന്തെല്ലാം ഓർഗാനിസംസ് ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. അത്രയും അധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോട്ടൽ റിച്ച്നെസ് ലൈഫിൻ്റെ അല്ലെങ്കിൽ എർത്തിൻ്റെ അത്രയും അധികം റിച്ച്നെസ് കാണിക്കുന്ന ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ, വൈവിധ്യം എന്ന് പറയുമ്പോൾ ഒരു സ്പീഷ്യസിൻ്റെ അകത്ത് തന്നെയുള്ള കുറേ അധികം സ്പീഷ്യസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്പീഷ്യസിൻ്റെ അകത്ത് തന്നെയുള്ള, അല്ലെങ്കിൽ ബിറ്റ്വീൻ സ്പീഷ്യസുകൾ തമ്മിലും, അല്ലെങ്കിൽ സ്പീഷ്യസിൻ്റെ അകത്തും ആൻഡ് എക്കോസിസ്റ്റത്തിലും നമുക്ക് വരുന്ന പല രീതിക്കുള്ള ജീവജാലങ്ങളുണ്ട് അല്ലേ, പല രീതിക്കുള്ള ക്രിയേച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാമായിട്ടുള്ള ഒരു ടോട്ടൽ കോംപ്ലക്സിറ്റീനെയാണ് എന്തെന്ന് പറയുന്നത്, ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അതായത് അത്രയും അധികം വൈവിധ്യങ്ങൾ, ജീവികളിൽ അത്രയും അധികം വൈവിധ്യങ്ങളുണ്ട്. അതിപ്പം ഒരു ജീവിയുടെ അകത്ത് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ജീവികൾ തമ്മിൽ, സ്പീഷ്യസ്
ബിറ്റ്വീൻ സ്പീഷീസ് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. അത്രയും അധികം റിച്ച്നെസ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ള ഡെഫിനിഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എക്കോസിസ്റ്റം സർവീസസിൽ മെയിനായിട്ടും അതായത് ഈ പ്രകൃതി നമുക്ക് പ്രൊവൈഡ് ചെയ്യണ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളത് 4 ടൈപ്പായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ആ 4 ടൈപ്പിലെ ഫസ്റ്റ് വൺ ഏതാണ്, പ്രൊവിഷനിങ് ആണ്, അതായത് പ്രോഡക്ട്സ് ലൈക്ക് ഫുഡ് ആൻഡ് ടിമ്പർ. ഇനി രണ്ടാമത്തത് എന്താണ്, റെഗുലേറ്റിംഗ് ആണ്, അതായത് ക്ലൈമറ്റ് കൺട്രോളിംഗ് പോലെയുള്ള പ്രോസസ്സിലൂടെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് എന്താണ്, സപ്പോർട്ടിംഗ് ആണ് അല്ലേ, ന്യൂട്രിയൻ സൈക്ലിങ്ങിലൂടെ സപ്പോർട്ടിംഗ് ആണ് എന്നുള്ളത്. അതിൻ്റെ ഓരോ എക്സാമ്പിൾസ് ആണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. പ്രൊവിഷനിങ് എന്ന് പറയുമ്പം അതിനെന്താണ്, ഭക്ഷണവും മരവും പോലെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. റെഗുലേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാലാവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രക്രിയകൾ ചെയ്യുന്ന സമയത്ത് അതെന്താണ്, റെഗുലേറ്റിംഗ് ആണ്. ഇനി മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്താണ്, സപ്പോർട്ടിംഗ് ആണ് അല്ലേ, ന്യൂട്രിയൻ സൈക്ലിംഗ്, അതായത് പോഷക ചക്രങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് കൂടിയും അവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നാലാമത്തതൊന്ന് എന്താണ്, കൾച്ചറൽ ആണ്, അതായത് സ്പിരിച്വൽ ആൻഡ് റിക്രിയേഷണൽ ബെനിഫിറ്റ്സ് അല്ലേ, ആത്മീയവും അതേപോലെ തന്നെ വിനോദപരവുമായിട്ടുള്ള ആനുകൂല്യങ്ങളും നമ്മൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ പ്രകൃതി നമ്മൾക്ക് തരുന്ന ആ ഒരു ബെനിഫിറ്റ്, ആ ഒരു ഗുണങ്ങൾ നമ്മൾ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ലിസ്റ്റ് ചെയ്യും. നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതാം. പക്ഷേ ഏതൊക്കെ കാറ്റഗറിയിലാണ് അത് ഇൻക്ലൂഡ് ചെയ്യണത് എന്ന് അറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്തെഴുതാൻ വേണ്ടിയിട്ടാണ് 4 കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് നിങ്ങളും ഈ 4 കാറ്റഗറി ആയിട്ട് തന്നെ പഠിക്കണം. എക്സാമിന് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി എൻവയോൺമെൻ്റൽ പ്രോസസ്സ്, അതായത് ഈ ലൈഫ് സസ്റ്റെയിൻ ചെയ്യണത് അല്ലെങ്കിൽ നമ്മൾ ഓരോ ജീവികളും നിലനിൽക്കുന്നത് എന്തിലൂടെയാണ്, നേച്ചറിലുള്ള കണ്ടിന്യൂസ് സൈക്കിൾസിലൂടെയാണ്. അതായത് വാട്ടർ സൈക്കിൾ ഉണ്ടാകും. വാട്ടർ സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, പ്യൂരിഫൈയിങ് ആൻഡ് റീഡിസ്ട്രിബ്യൂട്ടിങ് വാട്ടർ അല്ലേ, വെള്ളം ശുദ്ധീകരിക്കുകയും അതേപോലെ തന്നെ ഈ ഒരു വെള്ളത്തിനെ, അതായത് ശുദ്ധീകരിച്ച വെള്ളത്തിനെ എന്ത് ചെയ്യണം, പുനർവിതരണം ചെയ്യണം. അപ്പോൾ ഈ പുനർവിതരണം ചെയ്യുന്നതിലൂടെയും വെള്ളം ശുദ്ധീകരിക്കുന്നതിലൂടെയും ജലചക്രം കൺട്രോൾ ചെയ്യുന്നുണ്ട്, വാട്ടർ സൈക്കിൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്, കാർബൺ സൈക്കിൾ അല്ലേ. കാർബൺ സൈക്കിളിൽ എന്ത് തമ്മിലുള്ളതാണ്, ആ ഒരു കാർബൺ സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്ത് തമ്മിലുള്ളതാണ്, ഇത് ഉപയോഗിക്കുന്ന ഓർഗാനിസംസും. ഇപ്പോൾ കാർബൺ എല്ലാ ജീവികളിലും ഏകദേശം ഉണ്ടെന്ന് തന്നെ പറയാം. അപ്പം നമ്മുടെ ഇപ്പോൾ CO2 കാർബൺ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാർബണോ എന്ന് തോന്നും, പക്ഷേ CO2 അല്ലേ, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ നമ്മൾ ശ്വസിച്ച് പുറത്തു വിടുന്നതാണെന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്, അതിനെ റൊട്ടേറ്റ് ചെയ്ത് വരണം. അപ്പം ആ ഒരു രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബൺ സൈക്കിൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓർഗാനിസംസും അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള ഈ ഒരു കാർബൺ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ സൈക്കിൾ സഹായിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ന്യൂട്രിയൻ സൈക്കിൾസ് അല്ലേ, നൈട്രജൻ സൈക്കിൾ ഉണ്ട്, ഫോസ്ഫറസ് സൈക്കിൾ ഉണ്ട്, അതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, ന്യൂട്രിയൻ സൈക്കിൾസിന് എക്സാമ്പിളാണ്. അപ്പോൾ എൻവയോൺമെൻ്റൽ പ്രോസസ്സ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈക്കിൾസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാവുന്ന മേജർ സൈക്കിൾസ് ഏതൊക്കെയാണ്, നേച്ചുറൽ സൈക്കിൾസ് ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്ടർ സൈക്കിളും കാർബൺ സൈക്കിളും നൈട്രജൻ സൈക്കിളൊക്കെ എഴുതാവുന്നതാണ്. നൈട്രജൻ സൈക്കിൾ, ഫോസ്ഫറസ് സൈക്കിൾ, അങ്ങനെ ഓരോന്നും എടുത്തെഴുതാവുന്നതാണ് കേട്ടോ. ഇനി വെതർ വേഴ്സസ് ക്ലൈമറ്റ്. വെതർ എന്നും ക്ലൈമറ്റ് എന്നും നമ്മൾ പലപ്പോഴും ഒരെണ്ണത്തിനെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 ടേംസും ഉപയോഗിക്കലുണ്ട്. പക്ഷെ ശരിക്കും അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെതർ എന്ന് പറയുമ്പോൾ കാലാവസ്ഥ എന്നുള്ളത് മാത്രമാണ് അവിടെ അർത്ഥാക്കണത്. അതായത് ഒരു ഷോർട്ട് ടേമിൽ ഇന്നത്തെ കാലാവസ്ഥ ഇതാണ്, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ, ഒരു മിനിറ്റിൻ്റെ അകത്ത് പറയുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ദിവസങ്ങൾക്ക് അകത്ത്, ആ ഒരു ദിവസം മിനിറ്റ് മുതൽ ദിവസങ്ങൾ വരെ വിവരിക്കുന്നതായിട്ടുള്ള ചെറിയ കാലം ഷോർട്ട് ടേം പാറ്റേൺസിൻ്റെ ഒരു ഷോർട്ട് ടേം പാറ്റേൺസിനെയാണ് നമ്മൾ എന്തായിട്ട് റെഫർ ചെയ്യണത്, ഈ ഒരു വെതറായിട്ട് അല്ലെ കാലാവസ്ഥയായിട്ട് റെഫർ ചെയ്യണത്. ഇനി നമ്മുടെ ക്ലൈമറ്റ് ആണ് എന്നുണ്ടെങ്കിൽ വെതർ എന്നുള്ളതും ക്ലൈമറ്റ് എന്നുള്ളതും രണ്ടാണെന്ന് പറഞ്ഞു. അപ്പം വെതർ എന്നുള്ളത് ഷോർട്ടാണ്, അതേപോലെ തന്നെ ഈ ഒരു മിനിറ്റ്സിൽ നിന്നും ഡേയ്സിലേക്ക്, ദിവസങ്ങൾ, അതേപോലെ തന്നെ ഈ അടുത്ത മിനിറ്റിൽ എന്തായിരിക്കും എന്നുള്ളതിൻ്റെ ഒക്കെ അറ്റ്മോസ്ഫറിക് കണ്ടീഷൻസ് ആണ്, അന്തരീക്ഷ സ്ഥിതി എങ്ങനെയാണ് എന്നുള്ളതിനെയൊക്കെയാണ് നമ്മൾ എന്തായിട്ട് ഡിസ്ക്രൈബ് ചെയ്യണത്, വെതർ കാലാവസ്ഥയായിട്ട് ഡിസ്ക്രൈബ് ചെയ്യണത്. ഇനി അതിൽ നിന്നും ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ അതിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ക്ലൈമറ്റ്
ക്ലൈമറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം പാറ്റേൺസ് ആണ്. അതായത് ഈ വെതറിൻ്റെ, അതായത് കാലാവസ്ഥേൻ്റെ ഒരു ആവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോളം ഇങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ ഒരു കാലാവസ്ഥ, അപ്പോൾ ഇപ്രാവശ്യം ജൂൺ മുതൽ ഡിസംബർ വരെ ഇന്ന കാലാവസ്ഥയായിരിക്കും, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് കാലാവസ്ഥയല്ല, കാലാവസ്ഥ രീതിയാണ്, ക്ലൈമറ്റാണ് അല്ലേ. അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ആലോചിച്ച് വെച്ചേക്കുക. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരാം, വെതർ ആൻഡ് ക്ലൈമറ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വെതർ എന്ന് പറയുമ്പം അത് ഷോർട്ട് ടേം ആണ്, ഇനി ക്ലൈമറ്റ് എന്ന് പറയുമ്പം അത് ലോങ് ടേം ആണ്. വെതർ എന്ന് പറയുമ്പം അതിന് നമുക്ക് എന്ത് എക്സാമ്പിൾ പറയാം? മിനിറ്റ്സ് ടു ഡേയ്സ് വരെയാണ് അതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യണത്. ഇനി കാലാവസ്ഥ രീതി വരികയാണെന്നുണ്ടെങ്കിൽ, ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ അടങ്ങുന്ന ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയുടെ ദീർഘകാല പാറ്റേണുകളുടെ ഒരു ശരാശരിയെയുമാണ് എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ആലോചിച്ച് വെച്ചേക്കുക. ഇനി നെക്സ്റ്റ് യൂണിറ്റ് 2 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസും അതേപോലെ തന്നെ PDF-ഉം വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക. നമ്മൾ PDF-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 വേർഡ്, ഒരു 100 ഷുവർ ഷോർട്ട് 1 വേർഡ്സും അതേപോലെ തന്നെ 5 മാർക്ക് ക്വസ്റ്റ്യൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണം എന്നുള്ളവർ കോൺടാക്ട് ചെയ്തേക്കുക. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ.